ഹായ് ഡിയേഴ്സ്, ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 15 മീറ്റർ ലെങ്ത് ഉള്ള ലാഡർ ഒരു വാളിൽ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 12 മീറ്റർ ഹൈറ്റിലാണ് ലാഡർ വാളിനെ ടച്ച് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ. അതായത് നോക്കി, ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് ഫോം ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണ്. ഇതേപോലത്തെ ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് അപ്ലൈ ചെയ്താൽ മതി? പൈതഗോറസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി അല്ലേ. നമ്മുടെ പൈതഗോറസ് തിയറം എന്തായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് ഏതാണ്? എ. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 മൈനസ് 12 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. 15 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 ആണ്. 225 മൈനസ് 144 എന്ന് പറയുന്നത് 81 ആണ്. ഇത് എ സ്ക്വയർ ആണ്. അപ്പോൾ എ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? സ്ക്വയർ റൂട്ട് വരും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ എന്ന് പറയുന്നത് എത്രയാണ്? 9 മീറ്റർ എന്ന് കിട്ടും. സെറ്റ് അല്ലേ?